നമസ്കാരം. മീനി മീഡിയയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പലപ്പോഴും നമ്മളെ പ്രോസ്പെക്ടസിൻ്റെ ഒക്കെ പോകുന്ന സമയത്ത് ഒരു കാരണവശാലും നമ്മളൊന്നും അറിയിക്കാതെയും പറയാതെയും ചോദിക്കാതെയും ഒക്കെ നമ്മൾ അവർക്ക് പോകും. ഒരിക്കലും നമ്മൾ ആ രീതിയിൽ പോയാൽ നമുക്ക് ഒരിക്കലും ക്ലോസ് ചെയ്യാൻ പറ്റുന്നതല്ല. ക്ലോസ് ചെയ്യണമെങ്കിൽ നമ്മൾ അവർക്ക് എപ്പോഴും നമ്മൾ അവരുടെ സമയം ചോദിച്ചിട്ട് വേണം നമുക്ക് പോകാൻ. സമയം തരാത്ത ഒരാളും തന്നെ നമുക്ക് ഒരിക്കലും ക്ലോസ് ആവില്ല. സമയം തയ്യാറാവുന്ന ഒരു 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 സംഭവം ഉണ്ടായിരിക്കണം. അതിനു മുമ്പായിട്ട് നമ്മൾക്ക് അറ്റൻഷൻ, നമ്മളിലേക്ക് ശ്രദ്ധ ഉണ്ടാക്കാനുള്ള സംവിധാനം ഉണ്ടാവണം. നമ്മൾ ആരാണെന്ന് വിളിച്ച് പറഞ്ഞ് നമ്മൾ ആരാണെന്ന് അവരോട് വ്യക്തമായി ബോധിപ്പിച്ച് ഇന്ന സ്ഥാപനത്തിൻ്റെ ആളാണ്, അല്ലെങ്കിൽ ഇന്ന പ്രോഡക്റ്റ് തരാനാണ് വരുന്നത് എന്ന രീതിയിൽ നമ്മൾ പറഞ്ഞ്, അപ്പോൾ അത് ആദ്യം ഗെറ്റ് ദെയർ അറ്റൻഷൻ. അതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം. അവരുടെ അറ്റൻഷൻ നമുക്ക് കൃത്യമായിട്ട് വേണം. നമ്മളെ ശ്രദ്ധിക്കാൻ തുടങ്ങണം. നമ്മളെ ശ്രദ്ധിക്കാൻ തുടങ്ങണം. അതാണ് പിന്നെ പറയാനുള്ളത്, ഗെറ്റ് ദെയർ ടൈം. അവരുടെ സമയം തരാൻ തയ്യാറാണ്. നമ്മുടെ അറ്റൻഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് ചോദിക്കേണ്ടത് അവരുടെ ടൈമാണ്. ആ ടൈം കൂടി തരാൻ തയ്യാറുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മാത്രമേ അവർക്ക് ക്ലോസ് ആവാൻ സാധിക്കൂ. അതിനുശേഷമേ ആസ്ക് ഫോർ മണി, നമ്മൾ പണം ചോദിക്കാൻ പറ്റൂ, ഇല്ലെങ്കിൽ നമ്മൾ വിൽപ്പന നടത്താൻ പറ്റും അർത്ഥം. അപ്പോൾ നമ്മൾ അവരുടെ ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ നമ്മൾ ഒരുപാട് ആൾക്കാർ പോകുന്ന ഒരു അവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. ശരിക്കും ഒരിക്കലും നമ്മൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകാൻ പാടില്ല. അവരുടെ അറ്റൻഷൻ ആദ്യം ഉണ്ടാക്കണം. അപ്പോൾ നിങ്ങളെ ശ്രദ്ധിക്കണം. നിങ്ങൾ ഇന്ന ജോലി ചെയ്ത് ഇന്നാണ്, ഇന്ന സ്ഥാപനത്തിൽ വേണ്ടി വർക്ക് ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ ഇന്നയാളുടെ മകളാണ്, ഇല്ലെങ്കിൽ ഇന്നയാളുടെ മകനാണ്, ഇന്ന വ്യക്തിയുമായിട്ട് ബന്ധമുള്ളവരാണ്, ഇല്ലെങ്കിൽ ഇന്ന് റെപ്യൂട്ടഡായിട്ടുള്ള ഫാമിലിയുടെ ഉടമയാണ്. ഇങ്ങനെ എല്ലാം നിങ്ങളിലൊരു അറ്റൻഷൻ അവർക്ക് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ അവർ നിങ്ങൾക്ക് സമയം തരാൻ തയ്യാറാവൂ. സമയം തരാൻ തയ്യാറാവുന്നവർക്ക് മാത്രമേ നമ്മൾ പണം ചോദിക്കാൻ പാടുള്ളൂ. നമ്മളെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാൻ പറ്റൂ. അങ്ങനെ സെയിൽ ചെയ്യുന്ന ഈ പ്രോസസ്സിങ് കറക്റ്റായി ചെയ്യുന്നവർക്ക് മാത്രമേ സെയിൽസ് ക്ലോസ് ചെയ്യാൻ സാധിക്കൂ. അപ്പോൾ സെയിൽസ് ക്ലോസിങ്ങിന് പോകുന്നതിന് മുമ്പായിട്ട് ഇത് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഇനി മുതൽ പോകാൻ. ആ ഒരു ധാരണ തന്നെ നമ്മൾ കിട്ടുന്ന ഈ ഓരോ അറിവും നമ്മൾ ജീവിതത്തിൽ നമ്മൾ അത് പകർത്താൻ ശ്രമിക്കണം. വെറുതെ കേട്ട് പോകുന്നതിന് പകരം നമ്മളത് എഴുതി വെച്ച് പഠിച്ചിട്ടും കാര്യമൊന്നുമില്ല. പഠിച്ച് ഒരുപാട് റാങ്ക് മേടിച്ച ആൾക്കാരൊക്കെ ഉണ്ടാവും. അതിലാരും ജീവിതത്തിൽ രക്ഷപ്പെടാൻ നിർബന്ധമില്ല. പക്ഷേ പഠിച്ച ഒന്നോ രണ്ടോ കാര്യമായിക്കോട്ടെ, അവസരോചിതമായിട്ട് അത് പ്രവർത്തികമാക്കാൻ ശ്രമിക്കുന്നവർക്ക് മാത്രമേ, ചെയ്യുന്നവർക്ക് മാത്രമേ ജീവിതത്തിൽ വിജയം ഉണ്ടാക്കാൻ സാധിക്കൂ. എല്ലാവർക്കും വിജയം ഉണ്ടാക്കാൻ സാധിക്കട്ടെ. ഇന്ന് നല്ലൊരു ശുഭദിനം.